കൊച്ചി എന്ന മെട്രോ നഗരത്തിൽ യുവാക്കളെ നായ്ക്കളെ പോലെ പണിയെടുപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കൊച്ചിയിലെ മാർക്കറ്റിംഗ് കമ്പനിയിൽ ടാർഗറ്റ് തികയ്ക്കാത്തതിന് യുവാക്കൾക്ക് ക്രൂര പീഡനമേൽക്കേണ്ടി വന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴുത്തിൽ ബെൽറ്റ് കെട്ടിയിട്ട് നായ്ക്കളെ പോലെ നടത്തിച്ചിരിക്കുന്നു. പീഡനത്തിൻ്റെ ഞെട്ടിക്കൻ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കലൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസിയായ പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന കമ്പനിക്കെതിരെയാണ് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത്. മനാഫില്ല കഴിച്ചിട്ട് ക്രൂരമായ പീഡനമാണ് ഇവർ നേരിട്ടിരുന്നത് എന്ന് സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നനഞ്ഞ ബിസ്ക്കറ്റ് താഴെയിട്ട് നക്കിപ്പിച്ചു, ബെൽറ്റ് കൊണ്ടും നനഞ്ഞ തോർത്ത് ഉപയോഗിച്ചുകൊണ്ടും ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നൊക്കെയാണ് ഈ ജീവനക്കാരൻ വെളിപ്പെടുത്തുന്നത്. അങ്ങനെയാണ് അവിടുത്തെ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസ്ക്കറ്റ് എടുത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് തറയിലിട്ട് തരും, എന്നിട്ട് നക്കി തിന്നാൻ പറയും. കാരണം ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം ഞാൻ ഒരുപാട് സെയിൽ ചെയ്തോണ്ടെന്ന്, അപ്പൊ നാളെ ഒരു സമയത്ത് അടുത്ത് പറഞ്ഞ ആള് അവരിപ്പോ ഒരുപാട് സെയിൽ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു എന്തോന്ന് മോട്ടിവേഷൻ അല്ല, ഒരു പ്രതികാരം ഉണ്ടാക്കി എടുക്കണതാണ്. കാരണം ഞാൻ ഇന്ന് അവനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ അവന്റെ മൈൻഡ് വരണം, നാളെ എനിക്കിത് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കണം എന്നുള്ള മൈൻഡ് വരേണ്ട. അങ്ങനെ അത്ര ഏറ്റവും തരം താഴ്ന്ന ലെവലിലുള്ള പണിഷ്മെന്റ് ഇവിടെ കൊടുക്കാറുണ്ട്. പണിഷ്മെന്റ് താഴ്ന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് ന്യൂസ് അല്ലേ, മാഡത്തിന്റെ അടുത്ത് പറയാം. പറയുന്നത് ഇനി വേറൊന്നുമല്ല, ഈ നമ്മളെ ടോയ്ലറ്റ് നക്കിപ്പിക്കുക ചെയ്തിട്ടുണ്ട് അവിടെ. കാരണം ഈ ടാർഗറ്റ് ആവാത്ത കുട്ടികളെ കൊണ്ട് അങ്ങനത്തെ അത്രയും അതെന്ന് പറഞ്ഞ് പിന്നെ അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ടുള്ള അടിയൊന്നുമല്ല, കമ്പെടുത്ത് ബെൽറ്റ് എടുത്ത് മൊബൈലിന്റെ ചാർജർ എടുത്ത് തോർത്ത് വെള്ളത്തിൽ മുക്കി ചുരുട്ടി അടിക്കുന്നത്. ഇതൊക്കെയാണ് ആ ഹുബൈൽ എന്ന് പറഞ്ഞാൽ ചെയ്തത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇതൊന്നും വീഡിയോ എടുക്കാവില്ല, കാരണം നമുക്ക് ഫോൺ അല്ല ഇവിടെ അല്ല ഒന്നത്തെ കേസ്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, കലൂരിലെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസിയായ പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന കമ്പനിക്കെതിരെയാണല്ലോ ഈ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഈ കമ്പനി എന്ത് ജോലിയാണ് അവിടെയുള്ള വ്യക്തികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഈ വാർത്തയിൽ നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് ടാർഗറ്റ് തികയ്ക്കാത്തതിന് യുവാക്കൾക്ക് ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നു എന്നാണ്. എന്തായിരുന്നു അവർക്കുള്ള ടാർഗറ്റ്? ഏത് തരത്തിലുള്ള ജോലിയായിരുന്നു അവർ ചെയ്തിരുന്നത്? ആ ജോലിയിൽ ടാർഗറ്റ് തികയ്ക്കാത്തതിനാണോ ഈ യുവാക്കൾക്ക് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നത്? എന്തായിരുന്നു അവരുടെ ജോലി? നിലവിൽ ബനേഷ് വ്യക്തമാകുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ദൃശ്യങ്ങളിൽ നിന്നും ശബ്ദരേഖയിൽ നിന്നും മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ടാർഗറ്റ് തികയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഒരു 18 മുതൽ 20 വയസ്സ് വരെ അല്ലെങ്കിൽ 25 വയസ്സ് വരെയുള്ള കുട്ടികളിലേക്ക് അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന ഒരു ജോലിയാണിത്. ഈ മറ്റു നമ്മുടെ വീടുകളിലും മറ്റുമെല്ലാം ഈ സാധനങ്ങളുമായി, ബാഗുകളിൽ പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ വീട്ടിലേക്ക് ആവശ്യമായ പല സാധനങ്ങളുമായി എത്തുന്ന കുട്ടികളുണ്ടല്ലോ, ആ ഒരു സംഘത്തിലെ കുട്ടികളാണ് ഇവരും എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഈ കെൽട്രോ കമ്പനി സാധനങ്ങൾ പൈസ കൊടുത്തെടുക്കുകയും ഈ കുട്ടികളിലേക്ക് ഈ സാധനം എത്തിച്ച് മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ വിറ്റിട്ട് കൊണ്ടുവരണം. അതാണ് ഇവരുടെ ടാർഗറ്റ്. ഒരു ദിവസം പോയ സാധനങ്ങൾ അല്ലെങ്കിൽ ബാഗിൽ കൊണ്ടുപോയ സാധനങ്ങൾ അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ള തുകയോടുകൂടി തന്നെ വിറ്റ് സെയിൽസായി അല്ലെങ്കിൽ വിൽപ്പന നടത്തി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം കൂട്ടത്തിൽ ഇപ്പോൾ ഒരു 5 പേര് പോവുകയാണെങ്കിൽ 4 പേര് നല്ല രീതിയിൽ സെയിൽസ് നടത്തി അല്ലെങ്കിൽ വിചാരിച്ച രീതിയിലുള്ള ഒരു തുക അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ആ ഒരു കമ്പനിയിൽ താൽക്കാലികമായി സേഫാണ്. അന്നത്തെ ദിവസം അവർ സുരക്ഷിതമാണ്. പക്ഷെ ആ 5-ൽ ഒരാളായി വരുന്ന വ്യക്തിക്ക് ഈ കൃത്യമായ രീതിയിൽ വിൽപ്പന നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അയാളെ കൊണ്ടാണ് ഈ നായെ പോലെ നടത്തിപ്പിക്കുകയും ഒരു പണിഷ്മെന്റ് എന്ന രീതിയിലേക്ക് ഈ ഒരു സംഭവം മാറുകയാണ്. അതോടൊപ്പം തന്നെ ശബ്ദരേഖയിൽ പറയുന്നത് മോട്ടിവേഷൻ എന്നല്ല, അതോടൊപ്പം തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം, ഇത് കണ്ടുപഠിക്കണം, നാളെയും നീ ഈ രീതിയിൽ തന്നെ വിൽപ്പന നടത്തിയില്ലെങ്കിൽ നാളെ ഇവിടെ കാണുന്ന എല്ലാവർക്കും ഇതേ
അവസ്ഥയാണ് എന്ന് വളരെ പീഡന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് വ്യക്തമാകുന്നത്. പറഞ്ഞ് പീഡിപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളുമാണ്. കൃത്യമായി ബാഗിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ വിറ്റ തുകയായിട്ട് ഒരു വിൽപ്പന, നല്ല രീതിയിൽ തന്നെ ഒരു സെയിൽസ് നടക്കണം. അതാണ് ഈ ടാർഗറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മാസത്തെ ടാർഗറ്റ് ആവാം, ഒരു ദിവസത്തെ ടാർഗറ്റ് ആവാം. അവർ വിചാരിച്ച രീതിയിൽ അല്ലെങ്കിൽ കമ്പനി വിചാരിച്ച രീതിയിൽ ഈ ടാർഗറ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും പണിഷ്മെന്റ് ആണ്. ഒരു നാളെയും ഇതേപോലൊരു സംഭവം ഉണ്ടാവാതിരിക്കാനുള്ള പണിഷ്മെന്റ് എന്ന രീതിയിലാണ് നായയെ നടത്തിക്കുന്ന പോലെ നായയുടെ കഴുത്തിൽ കെട്ടിയ ബെൽറ്റ് ഉപയോഗിച്ച് കഴുത്തിൽ കെട്ടി യുവാക്കളെ നടത്തിക്കുന്നതും അതോടൊപ്പം തന്നെ വെള്ളത്തിൽ മുക്കി ബിസ്ക്കറ്റ് തറയിലിട്ട് നക്കിപ്പിക്കുന്നതും അഴുകിയ പഴങ്ങൾ നക്കിപ്പിക്കുന്നതും കോയിൻസ് അല്ലെങ്കിൽ നാണയങ്ങൾ നക്കിപ്പിക്കുന്നതും ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഇവർ ചെയ്യുന്നതും വളരെ മൃഗീയമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു കൊടിയ പീഡനം തന്നെയാണ് ഈ യുവാക്കൾ നിരന്തരമായി അവിടെ നിന്ന് നേരിട്ടുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് യുവാവിൽ നിന്നും ഒരു മുൻ യുവാവാണ് സംസാരിച്ചത്. ഈ കമ്പനിയിൽ ജോലി ചെയ്ത ഒരു മുൻ യുവാവാണ് സംസാരിച്ചത്. അദ്ദേഹത്തിനോട് എനിക്ക് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 വർഷത്തോളം ആ കമ്പനിയിൽ ജോലി ചെയ്ത ആളാണ്, അല്ലെങ്കിൽ 2 വർഷത്തോളം ആ കമ്പനിയിൽ പീഡനം അനുഭവിച്ച ഒരു വ്യക്തി കൂടിയാണ്. വളരെ വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട്. മാധ്യമം ആയതുകൊണ്ടാണ് ഞാൻ വ്യക്തമാക്കുന്നത്. ക്ലോസറ്റ് പോലും നക്കുന്ന ഒരവസ്ഥയിലേക്ക് സംഭവം ഉണ്ടായിട്ടുണ്ട്. തോർത്ത് വെള്ളത്തിൽ മുക്കി ശരീരത്ത് അടിക്കുകയും ബെൽറ്റൂരി അടിക്കുകയും വടികൊണ്ടടിക്കുകയും ഇങ്ങനെ നിരവധി രീതിയിലുള്ള പീഡനങ്ങളും പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള യുവാക്കളുടെ മുമ്പിൽ വെച്ച പാൻഡൂരുകയും ഇങ്ങനെ നിരവധി രീതിയിലുള്ള പീഡനങ്ങളാണ്. ഇതിന്റെ എല്ലാം ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഉറവിടം ശ്രദ്ധിക്കുകയാണെങ്കിൽ ടാർഗറ്റ് തികഞ്ഞില്ല, ഒരു മാസത്തെ ടാർഗറ്റ് തികഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ടാർഗറ്റ് തികയ്ക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് ഈ കൊടിയ പീഡനം. അതും ടാർഗറ്റ് തികയ്ക്കാത്തവരെ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പം ടാർഗറ്റ് തികച്ചവര്, ടാർഗറ്റ് കൃത്യമായി പൂർത്തിയാക്കിയവർ ഇത് നോക്കി നിൽക്കുകയാണ്. ഒരുപക്ഷെ നാളെ അവരും ടാർഗറ്റ് തികയ്ക്കാതെ വന്നാൽ അവർക്കും ഇതേ അവസ്ഥയാണ്. ഒരു പ്രതികാര രീതിയിൽ അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അവസ്ഥ ഇതാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പണിഷ്മെന്റ് രീതിയിലേക്ക് തന്നെയാണ് ഈ യുവാക്കളെ നയിച്ചിരിക്കുന്നത്. ഒരു ശിക്ഷാ രീതിയിലേക്കാണ് തന്നെയാണ് ഇവരെ നയിച്ചിട്ടുള്ളത് എന്നാണ് രേണുക രാജേന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്.